ഇപ്പോൾ യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മയോണൈസ് ഞാനും ഉണ്ടാക്കിയേട്ടാ. സാൻഡ്വിച്ചിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അടിപൊളി ടേസ്റ്റാന്ന്, ഒരു രക്ഷയില്ല. അതിന് ആവശ്യമുള്ളത് ആദ്യം ഒരു സ്റ്റീമർ വെക്കുക. അതിൻ്റെ ഒരു കുഴിയിലേക്ക് ഞാൻ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഴിയിലേക്ക് ഉപ്പും മുളകും മഞ്ഞളും കൂടി പെരക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു 5-8 വെളുത്തുള്ളിയാണ് എടുത്തത്. ആ വെളുത്തുള്ളി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ 2 കുഴിയിൽ 2 മുട്ട പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. വേവിക്കുന്നത് ഒരു 12 മിനിറ്റാണ് ഞാൻ വേവിച്ചത്. പിന്നെ എന്നിട്ട് ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് ആ വേവിച്ച മുട്ടയും വെന്ത വറ്റൽമുളകില്ലേ അതും പിന്നെ വെന്ത വെളുത്തുള്ളിയില്ലേ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കാനാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് കുരുമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എൻ്റെ അടുത്ത് പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുരുമുളക് അല്ലിയ ഇട്ട് കൊടുത്തത്. പിന്നെ ഇതിൽ വേണ്ടുന്നത് ചീസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അരക്കാൻ ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 3/4 കപ്പ് പാൽ ഒഴിച്ചത്. എനിക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയത്. ഇത്ര കട്ടിയിലാണ് ഞാൻ അരച്ചിട്ട് കൊടുത്ത്. നിങ്ങൾക്ക് വേണ്ടുന്നവർക്ക് കുറച്ചും കൂടി പാലൊഴിച്ച് കുറച്ചും കൂടി ലൂസാക്കാം. പിന്നെ അതവിടെ വെച്ചു. പിന്നെ നമ്മൾ വേവിച്ച ചിക്കനില്ലേ അത് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക. ഇതേപോലെ എടുത്തതിന് ശേഷം ഞാൻ കൈനൊക്കെ കൊണ്ടാന്ന് കേട്ടോ പിച്ചെടുത്തത്. ഇതിലൊരു കരിയാപ്പില പൊട്ടിട്ടുണ്ട്, അത് അങ്ങോട്ട് മാറ്റിയത്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കസ്തൂരി മേത്തി ഇട്ട് കൊടുത്തത്. പിന്നെ കെച്ചപ്പ് ഒഴിച്ച് കൊടുത്തത്. പിന്നെ ഒരു ഉള്ളിയാണ് ഞാൻ ചെറുതായി മുറിച്ചിട്ട് കൊടുത്ത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെജീസ് എല്ലാം ഇട്ട് കൊടുക്കുക. പക്ഷേ ഞാൻ ഇത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇത്ര മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ നമ്മൾ അരച്ച് വെച്ച ആ മയോണൈസ് ഇല്ലേ അത് പകുതി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, പകുതി ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ആ മയോണൈസ് ഒഴിച്ച് ഈ ഉള്ളിയും ചിക്കനും കസ്തൂരി മേത്തിയും മറ്റേ കെച്ചപ്പെല്ലാം ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഞാൻ ഇപ്പോൾ 4 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ആ ബ്രെഡിലേക്ക് ഞാൻ നേരത്തെ മാറ്റി വെച്ച ആ മയോണൈസില്ലേ അത് ഈ ബ്രെഡിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആകുന്ന രീതിയിൽ ഒന്ന് പുരട്ടി കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെ കാണുമ്പോൾ ഒരു ഹാർട്ടെങ്കിലും ഒന്ന് ലൈക്കായിട്ട് തരണേ, കമൻ്റായിട്ട് തരണേ, കമൻറ്റും ലൈക്കും ഇടണേ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എനിക്ക് സബ്സ്ക്രൈബർ വളരെ കുറവാണ്. പിന്നെ ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും മയോണൈസ് തേച്ചതിന് ശേഷം നമ്മൾ മിക്സാക്കി വെച്ച ചിക്കൻ്റെ കൂട്ടില്ലേ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസ് എല്ലാം ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് മറ്റേതെല്ലാം ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റ്, കാബേജ്, പിന്നെ നമ്മൾ ഷവർമൻ്റെ മസാല ആക്കുന്നില്ല അതേപോലെ വെജീസ് എല്ലാം ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇത്രയേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതിൽ ഓരോ പീസ് ബ്രെഡ് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഇതേപോലെ അടച്ചു കൊടുക്കുക. ഓരോ പീസും ഇങ്ങനെ കവർ ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു പാന് അടുപ്പത്ത് വെക്കുക. ആ പാനിലേക്ക് ഞാനൊരു 1.5 സ്പൂണിൽ ജാസ്തി ബട്ടർ ഇട്ട് കൊടുത്ത് ബട്ടർ ഇതേപോലെ എല്ലായിടത്തും ആക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു ബ്രെഡ് വെച്ചെടുത്തു. ഇത് ബ്രെഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്പുറം ഇപ്പുറം മുരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ 4 ബ്രെഡും അതിൽ വെച്ചിട്ടുണ്ട്. വെച്ചതിന് ശേഷം ഒരു ഭാഗത്ത് മൊരിഞ്ഞ് വന്നാൽ ഇപ്പുറത്തെ ഭാഗത്ത് തിരിച്ചിട്ട് കൊടുക്കുക. ശരിക്കും നല്ല ഹെൽത്തിയാണ് കേട്ടോ. നമുക്ക് നോമ്പിനെല്ലാം ഇപ്പം നോമ്പല്ലേ വരുന്നത്, നോമ്പിനെല്ലാം കഴിക്കാം. നല്ല പൊതുവേ നമ്മൾ മയോണൈസ് ഉണ്ടാക്കുമ്പോൾ അതിൽ വിനാഗിരി പിന്നെ ഓയിലെല്ലാം ഒഴിക്കുന്നില്ലേ. ഇപ്പോൾ ശരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓയിലും വിനാഗിരിയൊന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിന് ഒരു കുറവില്ല. ശരിക്കും അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കാത്തളൊന്നും ഉണ്ടാക്കി നോക്കിക്കോ. ഇപ്പോൾ കണ്ടില്ലേ ഇതേപോലെ മറിച്ചിട്ടതിന് ശേഷം നല്ല ഗോൾഡൻ കളറായി കാണുന്നില്ല. ബട്ടർ ഇട്ടുകൊണ്ട് പുറമേ നല്ല ക്രിപ്സി ആയിട്ട് കറമുറയുണ്ട്, ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുമുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല ഹെൽത്തിയുമാണ്. എന്തായാലും ഉണ്ടാക്കാത്തോളൊന്ന് ഉണ്ടാക്കി നോക്കിക്കോ. കഴിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്ന ആളൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.